ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഇതേപോലെ ഒരു അപ്പം ഉണ്ടാക്കാനും അതുപോലെ തന്നെ എഗ് പൊരിയൽ ഉണ്ടാക്കാനും. അപ്പോൾ അത് രണ്ടും എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചട്ടി എടുപ്പത്ത് വെച്ചിരിക്കണേ. ഞാൻ അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരട്ടെ. അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അത് രണ്ടും നല്ലോണം പൊട്ടി തീർന്നതിന് ശേഷം അതിലേക്ക് കൊത്തി അരിഞ്ഞൊരു സവോള, അതേപോലെ 2 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിനില ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ കറിവേപ്പിനില ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ എണ്ണയിൽ നല്ല എണ്ണല്ലേ അതിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കിക്കാരം നല്ലത്. കാരണം അതിലുണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം. അന്ന് ഫുള്ളായിട്ട് നല്ല സന്തോഷത്തോടെ ഉന്മേഷത്തോടെ ഇരിക്കണമെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നന്നാവണം. അത് ഇതേപോലെ തന്നെ വെളിച്ചെണ്ണയിൽ എണ്ണയിൽ തയ്യാറാക്കാൻ നല്ലത്. ഇല്ലെങ്കിൽ ഓയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം പോക്കേക്കാറ് ഭയങ്കര ഡൗൺ ആയിട്ട് നമ്മളിരിക്കും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം വൃത്തിയിൽ ശരിയായിട്ട് രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ 1/2 സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് അതിന് പച്ചമണം പോകുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൊത്തി അരിഞ്ഞ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ തക്കാളിയും അതേപോലെ തന്നെ സവോളയും അതേപോലെ എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പിന്നെ വേണ്ടത് നമുക്ക് കോഴിമുട്ടയാണ്. ഞാൻ 4 കോഴിമുട്ടയ്ക്ക് ഉള്ളതാണ് ഇതൊക്കെ ഇട്ടുന്നത്. അപ്പോൾ നമുക്ക് 4 കോഴിമുട്ട അതിലേക്കൊന്ന് പൊട്ടിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യട്ടോ. ഇപ്പോൾ നമ്മൾ 4 കോഴിമുട്ട ഇതേപോലെ ഇതിലേക്കൊന്ന് പൊട്ടി വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇല്ല ചെറിയ കഷ്ണങ്ങളാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് കോഴിമുട്ടയുടെ ഉണ്ണിയൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് ഇളക്കാൻ തുടങ്ങുക. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കുറവ് നിങ്ങൾക്ക് ഉണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. സാധാരണയൊക്കെ ആണെങ്കിൽ ഒരു നുള്ളി അവിടെ ഇവിടെ ഒട്ടാതെ വെക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ഒരു നുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, നല്ലതാവും കേട്ടോ. ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളമഴയൊക്കെ ഒന്ന് പോയി കോഴിമുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോൾ നല്ലോണം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കാൻ മറക്കണ്ട. ഞാൻ ഇതൊക്കെ ഇളക്കി കൊടുത്ത് വാങ്ങാൻ നേരമാണ് ഉപ്പുണ്ടോ നോക്കിയത്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിന്. അപ്പോൾ ഞാൻ അതിലേക്ക് ചൂട് കൊടുക്കാൻ തന്നെ അടുപ്പത്ത് വെച്ചതിന് ശേഷം തന്നെ കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ. അപ്പോൾ നല്ലോണം സെറ്റ് നമ്മൾ മുട്ടപ്പൊരിയിൽ ഇവിടെ റെഡി ആയിക്കിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് സിമ്പിളായിട്ടൊരു അപ്പം കൂടി വേണ്ടേ. അപ്പോഴല്ലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു അപ്പം കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുത്തുക്കുന്നത് അരിപ്പൊടിയാണ്. സാധാരണ പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണം സാധാരണ അരിപ്പൊടിയാണ് എടുത്തുന്നത്. വറുത്ത അരിപ്പൊടി ഒന്നല്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ ചേർത്തത് ഉപ്പ് തന്നെയാണ് കേട്ടോ. ആദ്യത്തെ ഉപ്പ് കുറച്ച് കുറഞ്ഞുകൊണ്ട് പിന്നെ 2 പ്രാവശ്യം ചേർത്തിട്ടാണ്. ഈ സാധാരണ വെള്ളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളം ഒന്നല്ല, സാധാരണ പച്ച വെള്ളം ഉപയോഗിച്ച് നമുക്കിത് നല്ലോണം കലക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഒരു ലൂസായിട്ട് കലക്കിയെടുക്കുക. അതിന് മയത്തിന് വേണ്ടിയിട്ട് ഒരു 2 തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം കട്ടയില്ലാതെ കലക്കി വെച്ച ആ അരിൻ്റെ മാവില്ലേ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വളരെ നൈസായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഇതേപോലെ തന്നെ ഒരു ഓട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അരക്കുന്ന രീതിയിൽ തന്നെ എല്ലായിടത്തേക്കൊന്ന് മാവ് ഒഴിച്ചു കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അപ്പമാണിത്. അതേപോലെ തന്നെ വളരെ സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇട്ടത്. ഇനി 2 മിനിറ്റ് അതൊന്ന് മൂടി വെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ അപ്പം ഇവിടെ റെഡി ആയിക്കണേ. ഇനി ഇതേപോലെ തന്നെ വക്കത്ത് നിന്നൊക്കെ വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ചട്ടകം വെച്ചിട്ട് ഇതൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് എടുക്കുക. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് അപ്പം ഇതേപോലെ ഒന്ന് എടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അത് കഴിക്കാനും. വലിയവർക്കാണെങ്കിലും നല്ല ഇഷ്ടം തന്നെ കഴിക്കാനും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ അപ്പം ചുട്ടെടുക്കുക, എണ്ണ തേച്ചെടുക്കുക. അതേപോലെ തന്നെ അതിലേക്ക് നല്ല നൈസായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അത്രയും നല്ലതാണ് എല്ലാവർക്കും, ജോലിക്കാരായാലും എല്ലാവരായാലും. അപ്പോൾ ഇതേപോലെ തന്നെ ഫുൾ അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിക്കണേ. അപ്പോൾ നമ്മൾ അടിപൊളി എഗ് പൊരിയലും അപ്പോൾ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്, കഴിക്കാനും ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടേ.